തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇത്തവണ ഓണം സന്തോഷത്തിന്റേതാണ്. ആവശ്യമായ തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ബോണസും സംസ്ഥാന സർക്കാർ നൽകിയതോടെ ഓണം സന്തോഷത്തിന്റെ നാളുകളാണ്. മാവേലി നാടു പണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂട്ടില്ലാതാനും. തൊഴിലുറപ്പിന്റെ ഇടവേളയിൽ ഓണത്തിന്റെ നനുനനുത്തോർമ്മകളുമായി മടിക്കൈ കക്കാട്ടെ 82 വയസ്സുകാരി മാധവിയമ്മ പാടുകയാണ്. 4 മാസം കൊണ്ട് 35 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 200 രൂപ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഓണം ബോണസായി നൽകുന്നത് 1200 രൂപ. മാവേലിക്കാലം പോലെ ഐശ്വര്യം നിറഞ്ഞതാണ് ഇത്തവണത്തെ ഓണക്കാലമെന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന മാധവിയമ്മ. പെൻഷനും കിട്ടി 1000 റുപ്യ എന്നത് 1200 റുപ്യയാക്കി. തൊഴിലുറപ്പ് എനിക്ക് 30 പണിയായി. എടുക്കുന്നവർക്ക് 100 പണി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ പ്രൊജക്ട് തയ്യാറാക്കി മെയ് മാസത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് പിന്നാലെ തൊഴിലുറപ്പ് തുടങ്ങി. 12 ദിവസം തുടർച്ചയായ തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞാൽ 6 ദിവസത്തെ ഇടവേള. അത് കഴിഞ്ഞാൽ തൊഴിലുറപ്പ് മേറ്റുമാർ പഞ്ചായത്തിൽ അപേക്ഷ നൽകുന്നതിനനുസരിച്ച് 12 ദിവസം വീതം ജോലി ലഭിക്കും. 4 മാസം കൊണ്ട് 56 തൊഴിൽ ദിനങ്ങൾ വരെ പൂർത്തിയാക്കിയവർ കൂട്ടത്തിലുണ്ട്. നല്ല ഇടപെടലിന് നമുക്ക് 1200 രൂപ ബോണസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പണി വനാഴ്ചയിൽ 100 തരുന്നുണ്ട്. എഴുതമാരെല്ലാം നല്ല മാതിരി അവർ പണി കഴിയുമ്പോഴേക്ക് വെക്കുന്നുണ്ട്. നല്ല പാങ്ങല് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ നേരെ കൊണ്ടുപോകുന്നുണ്ട്. റോഡ് നിർമ്മാണം, മണ്ണും കല്ലും കൊണ്ടുള്ള വരമ്പുകൾ, കല്ലുകൊണ്ടുള്ള ഭിത്തി നിർമ്മാണം, കാർഷിക ജോലികളുമെല്ലാമായി നാടിന്റെ അഭിവൃദ്ധിക്കായുള്ള മുന്നേറ്റത്തിനൊപ്പം സജീവമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളും. അടുത്ത ദിവസം തൊഴിൽ പൂർത്തിയാക്കി ഓണാഘോഷത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. മലയാള മങ്കൈക്ക് താലിപ്പൂവ്, മലയാള മങ്കൈക്ക് താലിപ്പൂവ്. ആവശ്യത്തിന് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇത്തവണ ബോണസ് 200 രൂപ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ നൽകിയത് 1200 രൂപ. ഓണം കളറാക്കാനൊരുങ്ങുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. കാസർഗോഡ് നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.